എല്ലാവർക്കും നമസ്കാരം. ഒരു ഇൻചാർജിൽ ഇങ്ങനെ ഒരു പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ബഡ്സിൻ്റെ പ്രവേശനോത്സവം അതെടുത്തു പറയുകയാണ്. നമ്മുടെ മക്കളുടെ കൂടെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ സാധിച്ചതിലാണ് വളരെയധികം സന്തോഷമുള്ളത്. നമ്മുടെ എല്ലാ സ്കൂൾ പ്രവേശനോത്സവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊണ്ട് ഇവരുടെ ഈ ഒരു കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ കഴിഞ്ഞ ടീച്ചർ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരും അധ്യയന വർഷവും നിങ്ങളുടെ രക്ഷിതാക്കളുടെ നമുക്ക് മറ്റേ ക്ലാസ്സിലുള്ള പോലെയല്ല, ഇവിടെ രക്ഷിതാക്കളുടെ കൂടി സപ്പോർട്ട് കൂടുതൽ ആവശ്യമുള്ളൊരു സ്ഥലമാണ്. അപ്പം നിങ്ങളുടെയും കൂടി നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾക്കും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, നമ്മുടെ ഫണ്ടും കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ ടൂറും എല്ലാം തന്നെ നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനൊതുങ്ങുന്ന നല്ലൊരു സൂപ്പർവൈസറും നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ സൂപ്പർവൈസർ നിങ്ങളുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ ഈ ഒരു സഹകരണം കൂട്ടായ്മയോട് കൂടി നമ്മുടെ മക്കളെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മുടെ മക്കൾക്കും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിനും ഇവിടെയുള്ള ഓരോ സ്റ്റാഫിനും നല്ല രീതിയിൽ പരാതികൾ മാത്രമല്ല, നിങ്ങളുടെ നല്ല അവരോടുള്ള ഒരു പെരുമാറ്റം കൂടി അത് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ മക്കളെ നിങ്ങളെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവരും കെയർ ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ അവരെ എങ്ങനെ ചിലപ്പം GOP സ്കൂളിലെ ടീച്ചർ കൂടി ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരം സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്കുള്ള എല്ലാ പ്രോത്സാഹനവും രക്ഷിതാക്കളും അതേപോലത്തെ അധ്യാപകരും അതിലുപരി നമ്മുടെ ഗ്രാമപഞ്ചായത്തും നടത്തേണ്ടത് ഒരു അത്യാവശ്യമാണ് എന്നുള്ള ഒരു മനസ്സറിവ്, ഒരു തിരിച്ചറിവ് അതിൻ്റെ പേരിലാണ് സംസ്ഥാനത്തിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം ബഡ്സ് സ്കൂളിൽ ജൂൺ 5 ഇന്ന് ബഡ്സ് ഡേ അതല്ലെങ്കിൽ പ്രവേശനോത്സവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിലും ഇങ്ങനെ ഒരു പ്രവേശനോത്സവം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികളിൽ ആനന്ദം നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ പല പദ്ധതികളും ഓരോ വർഷവും നമ്മുടെ അതിലുള്ള ഫണ്ടുകളും അതേപോലെ തന്നെ പ്രൊജക്റ്റുകളൊക്കെ വെച്ച് നടത്താറുണ്ട്. ഈ വർഷവും അതിലുപരിയായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അതേപോലെ തന്നെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമ്മൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഈ വർഷവും പുതിയ നല്ലൊരു തുടക്കം തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ എല്ലാവരും കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് തങ്ങളെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ടീച്ചർ, അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷിഫാന ബഷീർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LP ഷാഹിദ മുഹമ്മദ്, നിയുക്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രൊഫേഷൻ, അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് സാഹിബ്, അതേപോലെ തന്നെ സൂപ്പർവൈസർ ഇൻചാർജ് നബീല, മറ്റു ഉദ്യോഗസ്ഥരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ,
സ്വാഗത പ്രഭാഷണത്തിൽ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ മാത്രം നമ്മൾ അവധി കൊടുത്ത് പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മറ്റു സ്കൂളുകളിൽ നിന്ന് വിഭിന്നമായി ക്ലാസ്സുകൾ പടിപടിയായി ഉയർന്നില്ല എങ്കിലും 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മറ്റൊരു സ്ഥാപനത്തിലേക്കും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠനം നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സ്കൂള്. അങ്ങനെ നമ്മളെ ബഡ്സ് സ്കൂൾ ഹെലൻ കെല്ലർ ബഡ്സ് സ്കൂളിലെ എന്താ പറയുക പ്രവേശനോത്സവം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻ പ്രസിഡൻറ്റും അതുപോലെ അടുത്തതായിട്ട് ഇൻചാർജ് എടുക്കാൻ പോകുന്ന ആ ഒരു എന്താ പറയുക മഞ്ജുഷ മെമ്പറായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവരെല്ലാവരും വന്നിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി, നമുക്ക് ഏത് ഭരണസമിതി ആണെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഇതുപോലത്തെ കുട്ടികളുടെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുണ്ടാവും. അങ്ങനെ പഞ്ചായത്തിലെ ഓരോ അംഗങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യങ്ങൾ പറയാൻ ഭരണസമിതിയുണ്ട്, നിങ്ങൾ പറയാറുണ്ട്, അതും നമ്മൾ നല്ല രീതിയിൽ തന്നെ തീർത്ത് മുന്നോട്ട് പോകാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ പറയാൻ. നമ്മുടെ പുതിയ അധ്യയന വർഷമാണ്, നിങ്ങളുടെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഭരണസമിതി ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ മക്കളുടെ സന്തോഷം ഇതുപോലെ തന്നെ എല്ലാ ദിവസവും നിലനിൽക്കട്ടെ. നല്ല നല്ല ദിനങ്ങളായിട്ട് നമുക്ക് മാറട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇവരാണ് നമുക്ക് അടുത്തതായിട്ട് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളാണ് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പ്രസിഡൻ്റായിട്ട് ഇൻചാർജ് എടുക്കാൻ പോകുന്ന മഞ്ജുഷ കേട്ടോ. മഞ്ജുഷ മെമ്പർ അടുത്തതായിട്ട് നമുക്ക് പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തിരിക്കും. അതായത് 13-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഇൻചാർജ്. അപ്പോൾ അതുവരെ മെമ്പറായിട്ട് തന്നെ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിനും ഇതിന് മുന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഷാഹിദ പ്രസിഡൻറ്റിനെ പോലെ തന്നെ ആണ് മഞ്ജുഷ മെമ്പറും. അവരൊക്കെ എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടു കൂടിയുള്ള ആൾക്കാരാണ് കേട്ടോ. അതാണല്ലോ നമുക്ക് വേണ്ടത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തങ്ങൾ, പ്രിയപ്പെട്ട ഉദ്ഘാടന പ്രിയപ്പെട്ട ഇൻചാർജ് പ്രസിഡന്റ്, അതുപോലെ തന്നെ AS അടക്കമുള്ള എല്ലാവരുടെയും പേരെടുത്തു പറയുന്നില്ല, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഏറെ സന്തോഷം ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഇതിലേറെ ഒന്നുകൂടി മനോഹരമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആ ബലൂണുകളൊക്കെ അലങ്കരിച്ച് നല്ല ഉഷാറായിരുന്നു. പക്ഷേ ആദ്യം ഇവിടെ വന്ന് പോകണം എന്ന് കരുതിയത്. പക്ഷേ ഒരു സ്ഥലത്ത് ഒരേ സമയമായതുകൊണ്ട് പെട്ടെന്ന് അവിടെ പോയി വന്നു. ഇനി മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഈ സന്തോഷം കാണുമ്പോൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ ഈ സന്തോഷം കാണുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതി വെച്ച് ഈ മേശ കസേര അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇനിയും കൂടുതൽ സൗകര്യങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളെയും സംവിധാനം നടത്തിക്കൊണ്ട് തന്നെ നമുക്കറിയാം ഒരു പുതിയ സംരംഭം തുടങ്ങി എന്ന് പറഞ്ഞു. ഏതൊരു സംരംഭത്തിൻ്റെ വിജയത്തിനും ഞങ്ങളുണ്ടാവുമെന്നും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പ്രവർത്തനവും ഓരോ പടിപടിയായിട്ട് കുട്ടികളിൽ വരുന്ന മാറ്റം അത് ഉൾക്കൊള്ളാനും അത് ആസ്വദിക്കാനും പുതിയ പ്രസിഡൻറ്റും പഴയ അതായത് ഷാഹിദ മുഹമ്മദ് അവരും എല്ലാവരും പ്രസംഗിച്ചതിന് ശേഷം നമുക്ക് പ്രഭേഷേട്ടനും അതുപോലെ ഇത് AS ആണ് കേട്ടോ, പഞ്ചായത്തിലെ AS അവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഈ ഒരു മക്കളെ വിജയത്തിന് വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ ടീച്ചറൊക്കെ നല്ല തിരക്കിലാണ് പഞ്ചായത്ത് ഭരണസമിതിയെ സ്വീകരിക്കലും അതുപോലെ നമ്മളെ മക്കളെ സ്വീകരിക്കലും. മക്കളോടുള്ള എന്താ പറയുക അവരെ കുറച്ച് സമയമെങ്കിലും ഒന്ന് എന്താ പറയുക സംസാരിക്കാതെ, കാരണം വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനും അതിനൊക്കെ ഉള്ളൊരു എന്നാലും മക്കൾ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരോടൊന്നും പിന്നെ ഒച്ചെടുത്ത് ഉണ്ടായിരിക്കാൻ പറയേണ്ട ഒരു ഇതൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാവരും ആ ഒരു എന്താ പറയുക ചടങ്ങ് കഴിഞ്ഞവരെ നിന്നു.
അതുപോലെ കൂട്ടത്തിൽ കണ്ടില്ലേ നമ്മൾ പഞ്ചായത്ത് ഡ്രൈവറായ അവരുണ്ട്, പേരെനിക്കറിയില്ല. എന്തായാലും ഇതുപോലെ ഇത് നമ്മളെ കൗൺസിലറാണ്, പഞ്ചായത്ത് കൗൺസിലറാണ് കേട്ടോ നബീല മാഡം. നമ്മളെ എന്ത് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ പഞ്ചായത്തിലൊരു കൗൺസിലറുണ്ട്, അതാണ് ഇവർ കേട്ടോ. ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളെ കുട്ടികളിൽ മാത്രമല്ല വലിയ ആളുകൾക്കുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ നബീല മാം, ഉഷാറാണ് എല്ലാ കാര്യത്തിലും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജാലകം എന്നായിരുന്നു ഇന്നത്തെ പ്രവേശനോത്സവത്തിന് നമ്മൾ കൊടുത്ത ഒരു പേര് കേട്ടോ, ജാലകം. അതായത് വാതിൽ തുറക്കാനുള്ള അതാണല്ലോ ഇതിന് ആ ഒരു വോയിസ് എന്താ പറയുക, ആ ഒരു വേർഡിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ജാലകം. പിന്നെ അതുപോലെ നിമിഷ ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ബുക്കും അതുപോലെ പെൻസിൽ, കട്ടർ, റബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്തു. നിമിഷയുടെ ഹസ്ബൻഡിൻ്റെ എന്താണ് ഏതായാലും അങ്ങനെ അവരുടെ വകയായിട്ട് നമുക്കൊരു എല്ലാ മക്കൾക്കും പിന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിമിഷത ടീച്ചറും നിമിഷം സാറും അതിൻ്റെ കൂടെ സാറ് പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വേറൊരു ടീച്ചറാണത്, ടീച്ചറുടെ പേര് എന്താ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പലപ്പോഴും സ്കൂളിലെ ടീച്ചറാണ്. അതുപോലെ സാറിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും നമുക്ക് പാരൻസിനോടും അതുപോലെ പഞ്ചായത്ത് പാരൻസ് സമിതിയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2024-25 അധ്യയന വർഷം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഈ പ്രവേശനോത്സവത്തിന് ഔദ്യോഗികമായി നാമകരണം ചെയ്തിട്ടുള്ളത് ജാലകം ദ വിൻഡോ. വിൻഡോ എന്ന് പറഞ്ഞാൽ ജനൽ എന്നർത്ഥം. പുതിയ ലോകത്തിലേക്ക്, പുതിയ ഒരു തീരുമാനങ്ങളിലേക്ക്, പുതിയൊരു ചുവടുവെപ്പിലേക്ക് ഈ ഒരു അധ്യയന വർഷം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മുടെ പരിപാടി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എൻ്റെ അർപ്പിതമായ കർത്തവ്യം എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന് ഉദ്ഘാടനം സംസാരിച്ച പ്രസിഡന്റ് ഷീഫ മെമ്പർ, കൂടെ നമ്മളെ ഭരണസമിതി, ഇപ്പോഴത്തെ നമ്മളെ ഭരണസമിതി എന്തൊരു കാര്യം പറഞ്ഞാലും ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഇല്ല അല്ലെങ്കിൽ വേണ്ടാന്ന് പറയാതെ എല്ലാത്തിനും മുന്നിട്ട് നിന്ന നമ്മളെ ഭരണസമിതിക്ക് പ്രത്യേകമായിട്ട് നമ്മൾ എന്താ പറയുക അഭിനന്ദിക്കുകയാണ്, അതോടൊപ്പം നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരു പേരൻസ് എല്ലാ കുട്ടികൾക്കും എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു. വളരെയധികം സന്തോഷം. പിന്നെ അത് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള നല്ല മനസ്സൊക്കെ തോന്നട്ടെ. എന്താ പറയാ, വലിയ വലിയ ഗിഫ്റ്റ് കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടാവട്ടെ എന്ന് കൂടി. അതുപോലെ വേറെ മറ്റുള്ളവർക്കൊക്കെ ആവാട്ടോ, ഞാനടക്കം. പ്രത്യേകിച്ച് നമ്മളെ പ്രസിഡന്റ് തങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ പേരൻസിന്റെ നന്ദി. അങ്ങനെ ഇതാ മുജീബാക്കി നിമിഷം ടീച്ചേഴ്സും അതുപോലെ നബീല മാം എല്ലാവരും കൂടിയിട്ട് നമ്മളെ കുട്ടികൾക്കുള്ള നോട്ട്ബുക്കും പേന പെൻസിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. അതാ അപ്പം നിമിഷം കൂടി എല്ലാ കുട്ടികൾക്കും അതൊക്കെ കൊടുക്കുന്നുണ്ട്. അതാ ലിലൊക്കെ അതാ ബുക്കൊക്കെ കിട്ടി സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. എനിക്ക് ചെറിയൊരു ജലദോഷം ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. എന്തിനാ വന്നേ? സിനിമ നോക്ക് സിനിമ ഏതൊന്നും അറിയില്ല കേട്ടോ.
കണ്ട് ഇഷ്ടപ്പെട്ടോലെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.